അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. അതിവിശാലവും കുട്ടികളെ കിടത്താനുള്ള സംവിധാനവും ഇതിനകത്തുണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടാൽ ഈ ബട്ടൺ അമർത്താവുന്നതാണ്. ഈ ബുദ്ധിമുട്ടുള്ളവർ ഡോക്ടറെ തന്നെ കാണണം. ഇവിടെ ഞെക്കിയിട്ട് ഒരു കാര്യവുമില്ല. അവിടെ നിന്നും മനസ്സുമടുത്ത് ഇറങ്ങിയ ഞാൻ വഴിവക്കിൽ STD ബൂത്ത് പോലൊരു നിർമ്മിതി കണ്ടു. റോഡ് പണിയോ വീട് പണിയോ പാർക്കോ ബീച്ചോ എന്തിന് 4 ആള് കൂടുന്നതിന്റെ ഇടയിൽ കാണുന്ന ഈ പെട്ടി ഒരു അപാര പെട്ടി തന്നെയാണ് ഗൈസ്. അതുകൊണ്ട് തന്നെ ഇത്തരം ചുവർച്ചിത്ര കലാകാരന്മാരെ ഇവിടെ കാണാനാകില്ല. കൗതുകം ലേശം കൂടുതലായതിനാൽ അതിന്റെ ഉള്ളിലേക്ക് വലിഞ്ഞു കയറി നോക്കണ്ട എന്ന് മനസ്സു പറഞ്ഞാലും അറിയാതെ താഴേക്ക് നോക്കിപ്പോകും ഗൈസ്. അതെ, 2ാം ക്ലാസ്സിൽ വെച്ച് എനിക്ക് കൃത്രിമശ്വാസം നൽകിയ ലില്ലിക്കുട്ടിയുടെ മുഖം വരെ ഓർമ്മ വന്നു. പുറമെ നിന്ന് നോക്കുന്നവർക്ക് ഇറ്റ്സ് ആൻ ഇൻട്രസ്റ്റിംഗ് ജോബ്. പക്ഷെ ഞാൻ പറയുന്നു, ലോകത്തിലെ വലിയവനും ചെറിയവനും പാവപ്പെട്ടവനും പണക്കാരനും ഒരേപോലെ നേരിടുന്ന ഒരേ ഒരു സാഹചര്യം ഇതുതന്നെയായിരിക്കും. പണ്ട് മുതലേ മോങ്ങാനിരിക്കുന്ന പട്ടിയുടെ തലയിൽ തന്നെ ഇത്ര കൃത്യമായി എങ്ങനെ തേങ്ങ വീഴുന്നു എന്നുള്ളത് ഒരു ചുരുളഴിയാത്ത രഹസ്യമാണ്. ഒന്നേ പറയാനുള്ളൂ, ഭയം വേണ്ട, ജാഗ്രത മതി. ശുഭദിനം.